Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ നിഫ്റ്റിയുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റിയിൽ നമ്മൾ എന്താണ് ഇന്നലെ എക്സ്പെക്ട് ചെയ്തത്? മാർക്കറ്റിൽ ഒരു പ്രീവിയസ് സപ്പോർട്ടായിരുന്ന റീജിയൻ, അതായത് കൃത്യമായി പറഞ്ഞാൽ അറൗണ്ട് ഒരു 200 to 250 റേഞ്ചിൽ പ്രീവിയസ് ടൈമിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിരുന്ന റീജിയൻ്റെ അടുത്ത് മാർക്കറ്റ് എത്തിയിരിക്കുകയാണ്. സോ ഓബ്വിയസ്ലി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പ്രീവിയസ് സപ്പോർട്ട് സോൺ റെസിസ്റ്റൻസ് ആയിട്ട് മാറാനും അവിടെ നിന്ന് നമുക്കൊരു നെഗറ്റീവ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷനായി മാറാൻ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ ഇന്നലത്തെ അനാലിസിസിൽ പറഞ്ഞത്. സോ മാർക്കറ്റ് നമ്മൾ എക്സാക്ട്ലി അനലൈസ് ചെയ്തതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ സോണിൽ റെസിസ്റ്റൻസ് എടുത്തിരിക്കുകയാണ്. മാത്രമല്ല ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ വെക്കേണ്ടത്, മാർക്കറ്റ് പ്രീവിയസ് ഡേ ഒരു ബുള്ളിഷ് ആയിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഇത്രയും ഒരു ഗ്യാപ്പ് അപ്പോടെ നിയർ ഒരു മേജർ റെസിസ്റ്റൻസിൻ്റെ അവിടെയാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ ഓപ്പൺ ഈക്വൽ ടു ഹൈ ക്യാൻഡിൽ, അതായത് ഇങ്ങനത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബെയറിഷ് ക്യാൻഡിൽ മോസ്റ്റ് ലൈക്ലി എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പേരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇതിനകത്ത് ട്രിഗർ ആവുന്നത്. മാത്രമല്ല ഇവിടെ നിന്ന് ഇനി മുകളിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു സപ്ലൈ ബ്രീച്ച് ചെയ്യുന്നത് എളുപ്പമല്ല. സോ ഇൻ ജനറൽ ഇവിടെ സെൻസിബിൾ ആയിട്ടുള്ള ട്രേഡേഴ്സ് എല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ആൻഡ് ആ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് ഈ കണ്ടത്. ഓക്കെ, ആൻഡ് നമുക്കൊരു ഡെയിലി ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഡേറ്റ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. സോ മോസ്റ്റ് ലൈക്ലി നാളെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ താഴോട്ട് പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് നേരത്തെ സ്വിംഗ് ലോ ആയ അറൗണ്ട് ഒരു 18,800 850 റേഞ്ചിൽ മാർക്കറ്റ് നാളെ തന്നെ അല്ലെങ്കിൽ കമ്മിങ് ഡേയ്സിൽ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ ഇൻ കേസ് നമുക്ക് നാളെ എങ്ങനെ ഇൻട്രാഡേ ഒരു ഗ്യാപ്പ് ഡൗൺ വരുവാണെങ്കിൽ ട്രേഡ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റിൻ്റെ ക്ലോസിങ് ഇന്നത്തെ ക്ലോസിങ് അറൗണ്ട് ഒരു 19,086 റേഞ്ചിലാണ്. സോ നാളെ ഇതിൻ്റെ താഴോട്ട് ക്ലോസ് ഒരു ക്യാൻഡിൽ 5 മിനിറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്വിങ്ങിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് ബെയറിഷ് ട്രേഡ് പ്ലാൻ ചെയ്യാം. നമ്മുടെ ഇവൻച്വൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫിൽ റേഞ്ച് ആയിരിക്കും. സോ അത് കഴിഞ്ഞാൽ പിന്നെ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി ഹൗ പ്രൈസ് വുഡ് ഡെവലപ്പ്. കാരണം ജനറലി ആ ഒരു ഗ്യാപ്പ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡീപ്പർ കറക്ഷൻ നമുക്ക് തൽക്കാലം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഇൻട്രാഡേ ബേസിസിൽ നിന്നുകൊണ്ട് ഈ ഒരു അറ്റ്ലീസ്റ്റ് ഇത്രയും പോയിന്റ്സിൻ്റെ ഒരു ടാർഗറ്റ് നമുക്ക് 200 പോയിന്റ്സിൻ്റെ ടാർഗറ്റ് കിട്ടാവുന്നതാണ്. സോ നമ്മുടെ നാളത്തെ എക്സ്പയറി എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയാണ് വെനസ്ഡേ എക്സ്പയറി വരുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് മെയിനായിട്ട് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും സെയിം തിങ് നമ്മൾ ഇന്നലത്തെ അനാലിസിസിൽ പറഞ്ഞത്, ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്നാണ് ഈ സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഫസ്റ്റ് ടൈം അത് പോയി റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു സപ്ലൈ സോണായിട്ട് മാറാനും, ബാങ്ക് നിഫ്റ്റി നേരത്തെ സെയിം പറഞ്ഞ നിഫ്റ്റിയുടെ കോൺസെപ്റ്റിലും ഓപ്പൺ ചെയ്തത് ഗ്യാപ്പ് അപ്പോടെ ഓപ്പൺ ചെയ്യുന്നത് നിയർ അബൌട്ട് ആ ഒരു സ്ട്രോങ് സപ്ലൈ സോണിൻ്റെ അടുത്താണ്. സോ ബെയറിഷ് ക്യാൻഡിൽ ഗ്യാപ്പ് ഫിൽ ആവുന്നു, അതിനുശേഷം സൈഡ് വേസ് കൺസോളിഡേറ്റ് ചെയ്ത് ഒരു നെഗറ്റീവ് റേഞ്ചിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. സോ ഡെയിലി ക്യാൻഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു പ്രൈസ് ആക്ഷൻ ബിൽഡ് ആയിരിക്കുകയാണ്. സോ നാളെ നൈറ്റ് യു എസിൽ ഒരു മേജർ ഇവന്റ് ഉണ്ട്. സോ അതിൻ്റെ ഭാഗമായി പ്രോബബ്ലി വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ വന്നതിന് ശേഷം പിന്നീടായിരിക്കും ചിലപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂ ആവുന്നത്. പക്ഷേ നമുക്ക് എങ്ങനെ ഇതിനെ ഒരു ഇൻട്രാഡേ ബേസിസിൽ ട്രേഡ് ചെയ്യാമെന്ന് നോക്കാം. സോ ബാങ്ക് നിഫ്റ്റിയുടെ പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന ഒരു സ്വിംഗ് സപ്പോർട്ട് ഇതാണ് 42,400. ഇതിൻ്റെ ഇൻ കേസ് നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇതും, അതിനുശേഷം പിന്നീടുള്ള സ്വിംഗ് റീടെസ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 42,000 ആണ്. സോ ഈ ഒരു 43,000 നൗ ഹാസ് ബിക്കം എ സ്ട്രോങ് സപ്ലൈ സോൺ. സോ ഈ 43,000 മുകളിലോട്ടുള്ള കോൾസ് ഐ വുഡ് പ്രിഫർ സെല്ലിംഗ് ഫോർ ടുമോറോസ് എക്സ്പയറി. ഇതെല്ലാം മോസ്റ്റ് ലൈക്ലി മറ്റ് സർപ്രൈസസ് ഒന്നും ഇല്ലെങ്കിൽ സീറോ ആയി പോകാനായിട്ടുള്ള ഹൈ പ്രോബബിലിറ്റി ഉണ്ട്. കാരണം നമ്മൾ വി ഷുഡ് ഗോ വിത്ത് ദ ട്രെൻഡ്. ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല നമുക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ അവർലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാലും ഇതൊരു പ്രോപ്പർ നെഗറ്റീവ് പ്രൈസ് ആക്ഷൻ ആണല്ലേ. ഇതൊരു നെഗറ്റീവ് പ്രൈസ് ആക്ഷൻ ആണ്. ലോവർ ഹൈ ലോവർ ലോ പാറ്റേൺ ആണ് നമുക്ക് എന്താണ് അവർലി ചാർട്ടിലും കിട്ടിയിരിക്കുന്നത്. സോ ഇൻ കേസ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പോലും ഐ വുഡ് റാദർ പ്രിഫർ ടു സെൽ
കോൾസ് 43,000 ആൻഡ് എബോവ് കോൾസ്. ആൻഡ് പുട്ടിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു റേഞ്ച് വരുന്നത് വരെ എങ്കിലും കഴിയുന്ന പുട്ട് സെല് ചെയ്യാതിരിക്കുക. കാരണം ഷാർപ്പായിട്ടുള്ള സ്പൈക്സ് നാളെ എക്സ്പയറി ഡേയിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഫൈനൽ നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്യാം. എഫ് ഐ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ കോൾസിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ ഓർ ഈവൻ ഹയർ ദാൻ ദാറ്റ് പുട്ട് മേടിച്ചിരിക്കുകയാണ്. മാത്രമല്ല സ്റ്റോക്സ് ആസ് ഓൾവേസ് സെല്ലിംഗ് കണ്ടിന്യൂ ആവുകയാണ്. സോ ഈവൻ ഫ്യൂച്ചർ ഒ ആയി നോക്കിക്കഴിഞ്ഞാലും ദിസ് ഇസ് എ ഹ്യൂജ് നമ്പർ. സോ ഡെഫിനറ്റ്ലി നമുക്ക് ടോട്ടൽ നെഗറ്റിവിറ്റിയാണ് ഡേറ്റയും പ്രൈസ് ആക്ഷനിലും കാണുന്നത്. സോ നാളത്തെ എക്സ്പയറി കൂടുതലും ബെയറിഷ് ട്രേഡ്സ് പ്രിഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് മൈ അനാലിസിസ്. താങ്ക് യു.